കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനം വകുപ്പിന്റെ കൂട്ടിൽ പുലി കുടുങ്ങി. പ്രദേശത്ത് ആട് മേയ്ക്കാൻ പോയ സ്ത്രീ പുലിയെ കണ്ട് ഓടുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പുലിയുടെ ആരോഗ്യസ്ഥിതി വെറ്റിനറി ഡോക്ടേഴ്സ് പരിശോധിക്കും. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. കോഴിക്കോട്ട് വന്ന അതിനു മുമ്പ് ചില പ്രതികരണങ്ങൾ. ഒരു കൂട് വെച്ചിരിക്കുന്നത്, ആ കൂട്ടിൽ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് കാണുന്നത്. ഇന്നലെ രാത്രിയിൽ ആയിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഇതിനെ പ്രദേശത്തു നിന്ന് മാറ്റി ഏതെങ്കിലും വനത്തിലെന്തായാലും ഇടുന്നില്ല, ഏതെങ്കിലും സൂവിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. രാഹുൽ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ പുലിയെ എവിടെയാണ് ഇനിയും തുറന്നു വിടുക? നേരത്തെ ഇപ്പോൾ വയനാട്ടിലെയൊക്കെ വലിയ പ്രശ്നം അത് തന്നെയാണല്ലോ. ഈ വന്യമൃഗങ്ങളെ ഒരു സ്ഥലത്തുനിന്ന് പിടിക്കുന്നു, വേറൊരു സ്ഥലത്ത് തുറന്നു വിടുന്നു, അത് വീണ്ടും അവിടേക്ക് തന്നെ വരുന്നു, നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് അത് തടസ്സമാകുന്നു. അപ്പോൾ ഇവിടെയും അത്തരം പ്രശ്നങ്ങളുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇത് ജനവാസ മേഖലയിൽ സ്ഥാപിച്ച കൂട്ടിൽ തന്നെയാണ് ഈ പുലി കുടുങ്ങിയത്, അല്ലേ? വിജയകുമാർ, കൂടരഞ്ഞി പഞ്ചായത്ത് നിവാസികളെ ആകെ ഭീതിയിലാഴ്ത്തിയ പുലി ഒടുവിൽ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. 3 ആഴ്ച മുമ്പാണ് ജനവാസ മേഖലയിൽ തന്നെ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. അതിന് കാരണം ഈ പ്രദേശത്ത് ആടിനെ മേയാൻ പോയ ഒരു സ്ത്രീ പുലിയെ കണ്ട് ഓടുകയും വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. പക്ഷേ ഇരയെ ഈ കൂട്ടിൽ വെച്ചിരുന്നില്ല. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 ആഴ്ച മുമ്പാണ് കൂട്ടിനുള്ളിൽ ഒരു ഇരയെ വെച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് പുലി കുടുങ്ങുന്നത്. ഇന്ന് രാവിലെയാണ് വനം വകുപ്പ് സംഘം ഇത് അറിയുന്നത്. നാട്ടുകാരാണ് വനം വകുപ്പിനെ അറിയിച്ചത്. തുടർന്നിപ്പോൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടക്കുകയാണ്. പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഈ പുലിയെ പ്രദേശത്ത് നിന്ന് മാറ്റുക. കോഴിക്കോട് DFOയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന അനുസരിച്ച് വെറ്റിനറി സർജന്മാർ ഈ പുലിയെ പരിശോധിക്കും. ആരോഗ്യനില ശരിയാണെങ്കിൽ മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ വനത്തിനുള്ളിൽ തുറന്നുവിടും, അല്ലെങ്കിൽ ഏതെങ്കിലും സൂ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നാട്ടുകാർക്ക് ഏതാണ്ട് ഒരു ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലമായി വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാരെല്ലാം തന്നെ. അതിനൊരു അവസാനം താൽക്കാലികമായി എങ്കിലും വന്നിരിക്കുന്നു. ഉടൻ തന്നെ ഈ പ്രദേശത്ത് നിന്നും ഈ പുലിയെ മാറ്റുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 3 വയസ്സുള്ള ആൺപുലിയാണ് കുടുങ്ങിയിരിക്കുന്ന വിവരം കൂടി ഫോറസ്റ്റ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കോഴിക്കോട് കൂടരഞ്ഞിയിലെ ജനങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം. അത് ആ പുലി ഒടുവിൽ കൂട്ടിൽ കുടുങ്ങി. പ്രദേശത്ത് ആടുമേയ്ക്കാൻ പോയ സ്ത്രീ നേരത്തെ ഈ പുലിയെ കണ്ടോടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. ജനവാസ മേഖലയിൽ സ്ഥാപിച്ച ഒരു കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. അപ്പോൾ അവിടെ തന്നെ അത് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു എന്ന നാട്ടുകാരുടെ വാദം അത് ശരിവെക്കുക കൂടി ചെയ്യുന്നുണ്ട്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.